Good morning, Adab, Namaste. This is your RJ Pooja with It Happens Only in India, only on Club FM. Ton കണക്കിന് ഫൺ. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ നിന്ന് നമുക്കങ്ങ് തുടങ്ങാം അല്ലേ? സ്പീഡ് പോസ്റ്റ് ചാർജ് കൂടി, എന്നിട്ടും പോസ്റ്റിന്റെ സ്പീഡ് കൂടിയിട്ടില്ല കേട്ടാ. ആഭ്യന്തര മന്ത്രാലയത്തിൽ പാക് ചാരൻ അറസ്റ്റിൽ. ചാരൻ മിക്കവാറും സ്ഥലം മാറി കയറിയതാണ്. ലോക ധനികരിൽ 4 മലയാളികൾ. അല്ലേലും നമ്മൾ മലയാളികൾ വൻ സംഭവം തന്നെയാണല്ലോ. ഇന്ത്യ പിന്നെയും ജയിച്ചു. ധോണി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ജയിപ്പിച്ച ഇന്ത്യൻ ക്യാപ്റ്റനായി. കൊച്ചു കള്ളൻ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് സഡൻ ഡെത്ത്. ഗോളടിക്കേണ്ടിയേ വന്നില്ല. പക്ഷേ ജയിച്ച സർവീസസ് ടീമിൽ 7 മലയാളികളുണ്ട്. അതും പറഞ്ഞ് ആശ്വസിക്കാം. ഇന്ത്യ സെലിബ്രേറ്റഡ് വുമൻസ് ഡേ ഓൺ ലാസ്റ്റ് ഫ്രൈഡേ. കേരളത്തിൽ മാവോയിസ്റ്റുകൾ ഇല്ല എന്ന് മുല്ലപ്പള്ളി. പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ. ഇങ്ങനെയുള്ള ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന സംഭവങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. പരന്തു ആദ്യം പാട്ട്, പിന്നെയാണ് ടോക്ക്. സ്റ്റേ ട്യൂൺ. ഇത് ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. ബജറ്റിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ കേരള മന്ത്രിമാർ കേന്ദ്രത്തിലോട്ട് ചെന്നപ്പോ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞു പരിഗണന കരേങ്കി. എന്ന് വെച്ചാൽ നമ്മൾ എന്തേലും ചോദിച്ചോണ്ട് ചെല്ലുമ്പോ നമ്മളോട് നമ്മുടെ മന്ത്രിമാർ എപ്പോഴും പറയുന്നൊരു വാക്കില്ലേ, അത് തന്നെ പരിഗണിക്കാം. അത് തന്നെ തിരിച്ചു കേട്ടപ്പോഴുള്ള നമ്മുടെ മന്ത്രിമാരുടെ ഒരു മുഖഭാവം കാണാനുള്ള അവസരം കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തോടെ ക്ലബ് എഫ്എമ്മിലെ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിലൂടെ ദിസ് ഇസ് യുവർ RJ പൂജ സേയിങ് വൺസ് അഗെയിൻ എ വെരി വെരി ഗുഡ് മോർണിംഗ്. കേരളത്തിന് വേണ്ടതെല്ലാം പരിഗണിക്കാം എന്നാണ് കേന്ദ്ര മിനിസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാംഗ്ലൂർ സിറ്റിയിലുള്ളവർക്ക് വേണ്ടത് കൊടുക്കാൻ ഇവർക്ക് മാത്രമേ പറ്റൂ. സംഭവം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി പാട്ട് കേൾക്കാം. ഓൺ ക്ലബ് FM. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ടൺ കണക്കിന് ഫൺ. It happens only in India. ബനാറസിൽ ചെന്നാൽ സാരി, കൊൽക്കത്തയിൽ ചെന്നാൽ പാൻ, ഊട്ടിയിൽ പോയാൽ ഊട്ടിപ്പൂ, ഫോർട്ട് കൊച്ചിയിൽ പോയാൽ സ്പൈസസ്, അല്ലെങ്കിൽ നല്ല ആന്റിക് പീസസ്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ആ സ്ഥലത്ത് മാത്രം കിട്ടുന്ന അവിടുത്തെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സാധനങ്ങൾ വീട്ടുകാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരും അല്ലയോ. ആ ശീലമുള്ളവര് മാംഗ്ലൂരിൽ പോയി അവിടെ എന്താണ് സ്പെഷ്യൽ സംഭവം എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും അത് ശുദ്ധമായ ഡ്രിങ്കബിൾ ഫോമിലുള്ള ഗോമൂത്രമാണെന്ന്. എന്നാ പിന്നെ അതൊരു കുപ്പി വാങ്ങി വീട്ടിൽ കൊടുത്തേക്കാം. ഫ്യൂച്ചറിൽ വല്ല ആവശ്യവും വന്നാലോ എന്ന് കരുതിയാൽ സംഗതി എളുപ്പത്തിൽ കിട്ടിയെന്ന് വരില്ല കേട്ടോ. കാരണം ഗോമൂത്ര ഫാക്ടറിയുടെ ഗോശാലയിലുള്ള പശുക്കൾ ഒരു ദിവസം ഒഴിക്കുന്നത് 10 ലിറ്റർ ഗോമൂത്രമാണ്. പക്ഷേ ഡിമാൻഡ് ആണെങ്കിൽ അതിന്റെ 4 ഇരട്ടിയും. അതുകൊണ്ട് ഇപ്പൊ ഗോശാലയുടെ ഉടമ പണ്ട് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടനുണ്ടായ സിറ്റുവേഷനിലാണ്. ഈ ഗോമൂത്രം എന്ന് പറഞ്ഞാൽ കാലത്ത് പശു ഉണർന്ന് എണീറ്റ് ആദ്യം ഒഴിക്കുന്ന മൂത്രമായിരിക്കണം. അപ്പൊ പശു ഉണരുന്നത് നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കണം എന്ന് മാത്രമല്ല, ഇനി ആ ഗോശാലയിലെ പശുക്കൾക്ക് മനസമാധാനമായി സൂസു ഒഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. It happens only in India. This is your RJ Pooja with you. എന്റെ കൂടെ ഉണ്ട് സൗണ്ട് മാസ്റ്റർ ലിബു. Also our program producers Murli and Devesh. Stay tuned. It happens only in India. Osama bin Laden applied for teaching job in India. കേട്ടിട്ട് ഞെട്ടിയോ? ചെറുതായിട്ട് ഞാനും ഞെട്ടി. ഒസാമ ബിൻ ലാദന്റെ ഈ പുനർജന്മം ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ ഉത്തർപ്രദേശ്. ഒരു പ്രൈമറി സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറുടെ പോസ്റ്റിലേക്ക് എളുപ്പം എൻട്രി കിട്ടാനാണ് ഒരു കക്ഷി തന്റെ പേര് ഒസാമ ബിൻ ലാദൻ എന്നും ഫാദറിന്റെ പേര് ബിൽ ക്ലിന്റൺ എന്നും ഇട്ടത്. വാട്ട് എ കോമ്പിനേഷൻ അല്ലയോ. ഇത് വൺ ഓഫ് ദ ഫേക്ക് കാൻഡിഡേറ്റ്സ് ആണ്. ഇതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു ലിസ്റ്റിൽ. അത്ര കോമഡി പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ. ഈ ഫേക്ക് പേരുകൾ കണ്ടിട്ടും അവരെ റിജക്ട് ചെയ്യാതെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ നമ്പറും കൊടുത്തു. കൗൺസിലിംഗിനുള്ള ലെറ്ററും അവരുടെ ഫേക്ക് അഡ്രസ്സുകളിലേക്ക് അയച്ചു. It happens only in India and only in India, right?